ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ബേസിക് റൂൾസ് ആണ് 5 റൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷേ എല്ലാവരും എപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്. ഞാനാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ് ക്ലീൻ യുവർ ലെൻസ്. അതായത് നമ്മുടെ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും, അതിപ്പോൾ ഫോണായാലും ക്യാമറ ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫോൺ എപ്പോഴും നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനം, ക്യാം പോലെ ലെൻസ് ക്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലെൻസ് ക്ലീൻ ചെയ്യാനാണ്. നമ്മൾ വിചാരിക്കും അത് വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കും, പക്ഷേ അതിന് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും കോട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മുടെ ടീഷർട്ട് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് തുടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ യുവർ ലെൻസ് എന്നുള്ളതാണ്. അതൊരിക്കലും മറക്കാണ്ടിരിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിളാണ്. അതായത് നമ്മൾ എവിടെ പോയാലും നമ്മൾ ഐ ലെവൽ, ഡോണ്ട് ബി എ ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയും. അതായത് ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും മോശമാണെന്നല്ല, പക്ഷെ നമ്മളൊരു സ്ഥലം കാണാൻ പോയിട്ട് അത് അതേപോലെ പകർത്തിക്കൊണ്ട് വരുന്ന ഒരാളാവാണ്ടിരിക്കുക, എന്ത് കാര്യമാണെങ്കിലും. അതാണ് ആദ്യമല്ല രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മളെടുക്കുന്ന ഫോട്ടോയും വേറെ എടുക്കുന്ന ഫോട്ടോയും എല്ലാവരും ഇപ്പോൾ ഒരേ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഓരോരുത്തർ എടുക്കുമ്പോഴും അതിന് അവരുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടാവണം. നമ്മൾ ഐ ലെവലിൽ പോയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ നേരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവുക, ഐ ലെവലിൽ ഇങ്ങനെ ഫോൺ പിടിക്കുക, ക്ലിക്ക് ചെയ്യുക, കഴിഞ്ഞു. ഞാൻ എടുക്കുന്ന ഫോട്ടോ, അപ്പുറത്ത് ചേച്ചി എടുക്കുന്ന ഫോട്ടോയും ചേട്ടൻ എടുക്കുന്ന ഫോട്ടോ എല്ലാം ഒരേപോലെ തന്നെ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ പോയിട്ട് കുറേ ക്ലിക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല. പോയിട്ട് ഒന്ന് ആലോചിക്കുക, ഓക്കെ ഇത് പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് ആലോചിക്കുക, ഇതിങ്ങനെ വെച്ചെടുത്ത് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ആംഗിൾ ഒന്ന് മാറ്റി എങ്ങനെ ഉണ്ടാവും, ഒരു വേറെ പെർസ്പെക്റ്റീവ് നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡോണ്ട് ബി എ ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനുവൽ മോഡാണ്. അതായത് ഗ്രിഡും എല്ലാം വരും അതിൻ്റെ അത്. ഗ്രിഡിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നോക്കുക. റൂൾസ് ഓഫ് ഫോട്ടോഗ്രാഫിയുടെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന റൂൾ ഓഫ് തേർഡ്സ് ഒക്കെ ഉണ്ട്. ആ ഗ്രിഡൊക്കെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് നമ്മുടെ എല്ലാ ഫോണിലും ഉണ്ടാവും. സെറ്റിങ്സിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാവും ഈ പറയുന്ന ഗ്രിഡ് എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഈ 3x3 എന്ന് പറയുന്ന ഗ്രിഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂൾ ഓഫ് തേർഡ്സ് കറക്റ്റ് എനേബിൾ ചെയ്ത് കറക്റ്റ് അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സബ്ജക്റ്റിനെ കമ്പോസ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ എന്തിനാണെങ്കിലും. അപ്പോൾ ഗ്രിഡ് എനേബിൾ ചെയ്യുക. അതുപോലെ മാനുവൽ മോഡ് യൂസ് ചെയ്യുക. മാനുവൽ മോഡ് യൂസ് ചെയ്യാൻ ആദ്യം നല്ല പാടായിരിക്കും, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഷട്ടർ സ്പീഡ് പറയുമ്പോൾ ലൈറ്റ് കൂടും, അല്ല ലൈറ്റ് കുറയും, അപ്പർച്ചർ, ISO, ഈ സാധനം ഒന്നും എന്താ നമുക്ക് ആദ്യം കട്ടണമെന്നില്ല. ഈ അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO അതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് ചാനലിൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് മാനുവൽ മോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാനുവൽ മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് എല്ലാ ക്യാം ആണെങ്കിലും ഫോൺ ആണെങ്കിലും അതിലെ പ്രോസസ്സർ നമുക്കത് പ്രോസസ്സ് ചെയ്തൊരു ഇമേജ് തരും ആ സീനിനനുസരിച്ച്. പക്ഷേ ഈ സീനിനനുസരിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു മാനുവലി നമ്മൾ ആ ഒരു ഐഡിയ വെച്ച് എടുക്കുന്ന തമ്മിൽ നമുക്ക് ക്യാമറ തരുന്നു, ഫൈൻ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഭവമാണ്, നമുക്കൊരു വികാരമാണത്. അപ്പോൾ അതൊന്ന് കിട്ടും, ആ ഒരു ഐഡിയ കിട്ടും, ആ ഒരു ക്രിയേറ്റിവിറ്റി കിട്ടും. സോ മാനുവൽ മോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. മാനുവൽ മോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അടുത്തൊരു സ്റ്റാർ ട്രയൽസിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ മാനുവൽ മോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുക. അതായത് നമ്മൾ 1-2 ഫോട്ടോ എടുത്തിട്ട് നിർത്തരുത്. എന്ന് വെച്ചാൽ ചവറ് പോലെ ഫോട്ടോ എടുക്കണം എന്നല്ല, എടുക്കുക, ആവശ്യത്തിന് ഫോട്ടോ എടുക്കുക. നമുക്കൊരു തൃപ്തി വന്ന് കഴിഞ്ഞിട്ട് ഒരു 2-3 ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കുക. കേൾക്കുമ്പം കോമഡി ആയിട്ട് തോന്നും, പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് പലപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൽ ഞാൻ ഭയങ്കര ആലോചിച്ച് 1-2 ദിവസമൊക്കെ ആലോചിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി പോയൊരു ഫോട്ടോ എടുക്കും. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചുമ്മാ ക്ലിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിക്കിനായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കിളിയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വവ്വാലിൻ്റെ പുറകെ പോയതാണ്, എനിക്ക് ആ വവ്വാലിനെ കിട്ടിയില്ല, ഈ പറഞ്ഞ കിളീനാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സാധനത്തിൻ്റെ പുറകെ പോയിട്ട് അത് മാത്രം നോക്കി നിൽക്കാണ്ടിരിക്കുക. പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന, എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുന്നതാണ്, നിങ്ങൾ അങ്ങനെയാണെന്നല്ല, അങ്ങനെയാണെങ്കിൽ അത് മാറ്റുക. അതായത് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. 2-3 ഫോട്ടോ എങ്കിലും എടുത്ത് വെച്ചേക്കുക. അത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എപ്പോഴെങ്കിലും ഉണ്ടാവും. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഒരു കൺസെപ്റ്റ് ആയിട്ട് ചെയ്യുകയാണ്, അങ്ങനെ വല്ലതും ചെയ്യുന്ന സമയത്തെങ്കിലും നമുക്ക് ഒരു ഫോട്ടോ എങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോ എടുക്കുക. ഒരു 2-3 ഫോട്ടോയും കൂടെ ആംഗിൾ മാറ്റി കുറച്ചുകൂടെ അപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് 4ാമത്തെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റോഡിൽ നിന്നിട്ടാണ്, അപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാകും. അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. അവരെന്ത് വിചാരിക്കും, ആ ചിന്തയങ്ങ് മാറ്റിയേക്കുക. കാരണം അതിന് ഒരു പ്രസക്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രസക്തിയില്ല. നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമുക്ക് മലയാളീസിനുള്ള, എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവാണ്,
നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് നമ്മളിന്ന് ഫോട്ടോസൊക്കെ എടുക്കും, നല്ല ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിലോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തോ നമുക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ റോഡിലിറങ്ങി നമുക്ക് റോഡിൽ നിന്നാലേ കിട്ടുള്ളൂ, അത്ര ഡെപ്ത് ഓഫ് ഫീൽഡ് വേണ്ട ഒരു ഫോട്ടോയാണ്, റോഡിൽ നിന്നാലേ കിട്ടൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ തന്നെ പോയിട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ബാക്കിയുള്ള ആരെയും പറയേണ്ട ആവശ്യമില്ല. പീസ്ഫുൾ കാര്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെങ്കിൽ എവിടെ നിന്ന് എപ്പോൾ വേണേലും എന്ത് വേണേലും ചെയ്യാം, അതിന് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. റോഡിൽ തന്നെ ചെയ്യണോ, റോഡിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഫോട്ടോ എടുക്കുകയല്ല, ആരെയും കൊല്ലൊന്നുമല്ലോ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നല്ലോണം ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന നല്ല രീതിയിൽ കഴിവുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആലപ്പുഴയിലൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഫ്രെയിമൊക്കെ കണ്ടാൽ എടുത്തോണ്ട് ഇങ്ങനെയൊക്കെ പോയി അവിടെ ചെന്ന്, കാരണം നേരെ പോയിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഡോണ്ട് ബി എ ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന്. അപ്പോൾ നേരെ എടുക്കുന്നവരും ചിലപ്പോൾ ഒന്ന് ഇരുന്ന് എടുക്കണമായിരിക്കും, ചിലപ്പോൾ ആംഗിളൊക്കെ ഒന്ന് മാറ്റി എടുക്കണമായിരിക്കും. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കണ്ടാലോ എന്ത് വിചാരിക്കുമോ, ഭയങ്കര ഷോ ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കുമോ എന്നുള്ളൊരു പേടി, അതാണ് ആദ്യമായിട്ടുള്ളത്. നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടോ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനാരും ഒരു രീതിയിലും ആരുടെയും കൺസെൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ ഹാപ്പിനെസ് മാത്രം നോക്കുക. ബാക്കി ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. പ്ലീസ്. എനിക്കറിയാം നമ്മൾ ഇന്ന് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞാണതുപോലെ റൂൾസോ അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡിലെ പോലെ എന്താ പറയുക സ്റ്റാർ ട്രയൽസ് എങ്ങനെ എടുക്കുന്ന, ISO എന്താ, അപ്പർച്ചർ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ബേസിക് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാം അറിയാവുന്ന ഈ പറയുന്ന ISO എന്താണെന്ന് അറിയാം, അപ്പർച്ചർ എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് എന്താ അറിയാം, ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻസ് എന്താ അറിയാം, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്നുള്ളവർക്ക് പോലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസ് ക്ലീൻ ചെയ്യണമെന്ന് ഓർക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ബേസിക് ടിപ്സ് നമ്മൾ പറയാമെന്ന് വെച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ.